ചിലവര് ഈ മധുര പലഹാരങ്ങൾ തിന്നിട്ടാ ചിലർക്ക് ഷുഗറും പ്രഷറൊക്കെ സംഭവിക്കണേ. അപ്പൊ അവർ അതിൽ നിന്ന് ഒഴിഞ്ഞാണ്. പക്ഷെ അവരുടെ മനസ്സില് അപ്പോഴും ഒരു ഈ മധുരത്തിനോടുള്ള ഇഷ്ടം കൂടി വരുമ്പോ അവരറിയാതെ തിന്നു. അതുകൊണ്ട് നമ്മൾ അതിനെ ഒന്ന് ഉൾക്കൊണ്ടിട്ട് നോക്കിയാൽ നമുക്കത് ചിലപ്പോ അങ്ങനെ ചെയ്യാൻ പറ്റാണ്ടിരിക്കാൻ പറ്റിയേക്കാം. പിന്നെ ഇപ്പൊ ഒരാളിപ്പോ ഒരു കൊട്ട നിറച്ച ആഹാരം തന്ന ചിലവര് എടുത്തടിച്ച് ചിലവര് പറയും ഇതിനാ മനസ്സിൽ ചിന്തിക്കും ഞാനാന്ന് പറഞ്ഞിട്ട് അത് പറയും എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോവാനുണ്ട്, അതുകൊണ്ട് ഞാനൊന്ന് പോയിട്ട് വരാം, ഇപ്പൊ അതിനൊന്നും സമയമില്ലെന്ന് പറഞ്ഞ അവര് പോകും. ചിലവര് എടുത്തടിച്ചാല് പറയും ഇത് ഇത്രയൊന്നും എനിക്ക് വേണ്ട, എനിക്കൊരു ദേഷ്യം മതി എന്ന് പറയും. ചില ആളുകൾ പറയും ചേച്ചി എനിക്ക് വേണ്ട ചേച്ചി, എന്റെ വിശപ്പൊക്കെ തീർന്നാന്ന് പറയും. അപ്പൊ ഇപ്പൊ അങ്ങനെ സാഹചര്യത്തിൽ എല്ലാരും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും. അതേസമയം എവിടെയെങ്കിലും പോയിട്ട് ആഹാരം പോലും കിട്ടാതെ ഒരുപാട് നേരത്തെ ഇരുന്നിട്ട് ആഹാരം പോലും കിട്ടാതെ വരുവാണെങ്കിൽ അവരാണെങ്കിൽ അകത്തിരിക്കുമ്പോ നല്ല സന്തോഷത്തോടെ പുറത്തു വരുമ്പോ അവര് പറയും ഇതെന്തൊരു വീട് ദരിദ്രവാസികള്. പത്ത് പൈസ കിട്ടി അല്ലിച്ച് തിന്നാൻ പോലും ഒന്നും കിട്ടിയില്ലല്ലോ എന്ന് അവര്. അപ്പൊ ഇതിനെ പങ്കെടുക്കാൻ വേണ്ടി ചിലവരാണെങ്കിൽ ഈ ഒരുപാട് മധുര പലഹാരങ്ങൾ കൊടുക്കും. മധുര പലഹാരങ്ങൾ കൊടുക്കുമ്പോ എല്ലാവരും കണ്ണു തളയ്ക്കും. പിന്നെ അവര് ഓരോന്നായിട്ട് പിന്നെ വായ ഫുള്ളും അഴുക്കാക്കും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഷുഗർ, പ്രഷർ, അങ്ങനെ ഓരോ അസുഖങ്ങളായിട്ട് വരും. ഈ ഭക്ഷണം ചിലപ്പോ നമുക്കൊരു തലവേദനയാവോ എന്നെനിക്ക് എങ്ങനെ മധുരപലഹാരങ്ങൾ നമുക്കൊരു പ്രശ്നമാവോ എന്നെനിക്കൊരു സംശയം. അതിനോടൊപ്പം ഒരു നമ്പർ കഴിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞോണ്ട് എന്റെ വാക്കുകൾ